മാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഇങ്ങനെ ഒന്നിച്ചായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാണ്. ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഞായറാഴ്ച ദിവസം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തോടെ കടന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ ജീവിതത്തിൽ വരും. പ്രൈസ് ലോർഡ്. ഇന്നിപ്പോൾ ആരാധനയ്ക്ക് വന്നവരാണ്, അവർക്ക് കൂടാൻ പറ്റാതെ അവർ പോകുവാനിടയായി. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. ചിലർ സൗഖ്യമില്ലാതിരിക്കുന്നു. നമ്മുടെ PIPയുടെ സെക്രട്ടറി പനിയായി ഭവനത്തിൽ വിശ്രമിക്കുന്നു. PIP ഉണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ. ഇപ്പോഴത്തെ മഴയും കാറ്റും എന്ന് പറയുന്നത് ശക്തമായ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലെല്ലാം കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. കൂട്ടിവരുത്തി എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ള നമ്മുടെ ദൈവം. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണേ. ഇനി ഒരു 10-25 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് താല്പര്യമുണ്ട്. അവന് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്. അവൻ നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയും കൂടെയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത്, സ്തോത്രം, ദൈവത്തിന് അനുഗ്രഹിക്കാനും എല്ലാം അതിൻ്റേതായ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ആദ്യം ആരാധന കൂടിക്കൊണ്ടിരുന്ന ആളുകൾക്കറിയാം, നമ്മൾ മേഴ്സ് ചേച്ചി, വട്ടങ്ങാട്ടെ അമ്മച്ചിയൊക്കെ നമ്മൾ അങ്ങേ പെരയിലെ ആ ചെറിയ ടൈല് പോലും ഇടാതിരുന്ന അവിടെയാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത്. അന്ന് മുതൽ ഒത്തിരി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ കളിയാക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഇവിടെ പാട്ട് കൊട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന. പക്ഷേ ഇപ്പം നമ്മളെ അവരനുഗ്രഹിച്ചില്ല. സ്തോത്രം, നമ്മളെ അവർ അംഗീകരിച്ചില്ലേ? സ്തോത്രം. കുർബാനയുടെ ഇടയിൽ നിന്നാണ്, പള്ളിയിലെ ട്രസ്റ്റിയാണ് ഇവിടുത്തെ പാസ്റ്ററെ വിളിച്ചത്. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തു, ഞാൻ എടുത്തിട്ട് പറഞ്ഞു ആരാധനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ അവർ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ സഭയിലെ ഒരാളുടെ മാതാവ് ഇവിടെ കുർബാനയ്ക്കിടെ പ്രശ്നം ഉണ്ടായി ആശുപത്രി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയെ അവർ അംഗീകരിച്ചില്ലേ? അപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെ പലരുടെയും പേരവർ വെട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, സ്തോത്രം, ദൈവത്തിന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്, നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. അപ്പോൾ ആ അളവിൽ നമ്മൾ ചേർന്ന് നടക്കണം. സന്തോഷമുള്ളൊരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അതിനകത്തൊക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശം നമ്മളെക്കുറിച്ചുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ ദൈവത്തിങ്കിലേക്ക് ആളുകളെ വിടാതിരിക്കാൻ പിശാച് എന്തോ ഒരു പണിയെന്നറിയാമോ? ഇന്ന് പാമ്പാക്കട സഭയിലെ ഒരു സ്നാനം ഇവിടെ നടക്കണ്ടേ, അതുകൊണ്ടാണ് അമ്പേശ്വരി ഇവിടെ വന്നത്. കാരണം അപ്പോൾ മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു, ഇച്ചൂടെ കഴിഞ്ഞിട്ടേ പെടുന്നുള്ളെന്ന്. ഞാനിവിടെ വെള്ളം ഇട്ട് എല്ലാം ക്ലീനിങ് ചെയ്തിട്ടിരുന്ന. അപ്പോൾ പിശാച് എല്ലാം റെഡിയാക്കി പറഞ്ഞിരുന്ന. അപ്പോൾ പിശാച് മുമ്പോട്ട് വിടാതിരിക്കാൻ എന്തു ചെയ്യും? തടഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ദൈവാസനം ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ ഇത്രയും കാര്യം ചെയ്തിട്ടേക്കുമ്പം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ ഭാഷ അതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നവരെ ഈ അനുഭവത്തിൽ വരത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നവർ മാത്രമേ നിൽക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊരു വചനമുണ്ട്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ ഏത് വഴിയിലാണേലും അവരെ ദൈവം എന്തു ചെയ്യും? ഈ അനുഭവത്തിൽ കൊണ്ടുവരും, എതിലേ കൂടെ കറങ്ങിയാലും. ഹല്ലേലൂയ. ഞാനൊരു കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു വീട്ടുകാരൊരു ഹോളിൻ്റെ അടുക്കൽ ആരാധനയ്ക്ക് അവരവിടെ വന്ന് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ കൊട്ടും പാട്ടും കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു കൊച്ച്, നമ്മുടെ കെസിയുടെയൊക്കെ അത്രയുള്ളൊരു കൊച്ച്, അത് പറയും അതിന് പോകണം. ഈ കൊട്ടും പാട്ടും കേൾക്കുമ്പോൾ അതിന് പോകണം. ആ കൊച്ച് ബഹളം ഉണ്ടാക്കി അടുത്ത വീട്ടിൽ. അവസാനം ആ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവർ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ കൊച്ചവിടെ ഇരുന്നോളും. അവർക്കും ആശ്വാസം, നമുക്കും ആശ്വാസം. അവസാനം ആരാധന തീരുമ്പോൾ കൊച്ചിനെ എടുക്കാൻ എന്തു ചെയ്യും? അവർ വരും. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുവിടാനും എടുക്കാനും വന്ന് അപ്പം കേട്ട ചില വാക്കുകളാണ് അവരെ രക്ഷയിലേക്ക് നടത്തിയത്. അവരിപ്പോൾ കുടുംബമായിട്ട്, ഞാൻ ഇന്നലെ വായിച്ച, കുടുംബമായിട്ട് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുക. കാരണം എന്നാ? ഈ ആ കൊച്ച്, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും തടുക്കരുത് കേട്ടോ. അവരാരും, എല്ലാവരും ദൈവകൃപയെ വളർന്നു വരണം. അപ്പോൾ അവരെല്ലാവരും ദൈവ വഴി നടത്തുന്നു. മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അലമ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പം ദൈവത്തിന് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും വരും. ഇന്ന് കപ്പ്യാരട്ടേന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പാപ്പൻ ചേട്ടനോട് പറഞ്ഞിട്ടാണ് വന്ന് എല്ലാവരും മക്കളുടെ കൂടെ ഒക്കെ ഒന്ന് വരണമെന്ന്, ഒന്ന് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം പാപ്പൻ ചേട്ടനും കൂടെ വരുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു, മക്കളും കൊച്ചുമക്കളും എല്ലാം ആയല്ലോ. മെസ്സേജ് ഹല്ലേലൂയ. അപ്പോഴേ യോശുവ പറഞ്ഞ പോലെ പറയാൻ പറ്റുള്ളൂ. എന്താ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഒരു കുളമ്പ് പോലും നഷ്ടമാകാതെ. അതൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഞങ്ങൾ അച്ഛനാണ് വിളിക്കുന്നത്. തൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ തനിക്ക് വലിയ അംഗീകാരമൊന്നും സമൂഹം കൊടുത്തില്ല. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സമൂഹം അങ്ങനെ ഒതുങ്ങിയിരിക്കുക, സ്തോത്രം. സമൂഹം അദ്ദേഹത്തെ ഒതുക്കി അങ്ങനെ നിർത്തിയേക്കുക. അവസാനം ഒരിക്കൽ തനിക്കൊരു നിരാശ വന്നു. നിരാശ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് ഇടപെട്ട്, നീ എന്തിനാ നിരാശപ്പെടണ്ടേ? നിൻ്റെ ഒരു കുളമ്പ് പോലും ശേഷിപ്പിക്കാതെ സകലത്തിനെയും ഞാൻ വിടുവിച്ച് തന്നില്ലേ എന്ന്. ഒറ്റയ്ക്കിറങ്ങിയപ്പോൾ താൻ ആസാമിൽ എഞ്ചിനീയർ ആയിരുന്നു. ഒറ്റയ്ക്കിറങ്ങിയപ്പോൾ ഭ്രാന്ത വട്ടാന്നൊക്കെ പറഞ്ഞു. ജനം താൻ റാന്നിയിലെ ഒരു അറയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രാർത്ഥന തൻ്റെ സഹോദരന്മാർ, അനിയന്മാർ, ഈ ടിജോക്കെ തൻ്റെ അനിയൻ്റെ മോനാ, ഇളയനിയൻ്റെ മോനാ, സ്തോത്രം, എല്ലാവരും ദൈവാനുഭവത്തിലേക്ക് വന്നിരിക്കുക. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, സ്തോത്രം, ഞങ്ങൾക്കെല്ലാം ഒരുപോലെ കൂടാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കുടുംബം ഒറ്റ കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും ദൈവകൃപയിൽ നിൽക്കുക. മക്കളും കൊച്ചുമക്കളും ആരെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മക്കളിൽ ആരെ ഓർത്ത് ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. അവർ പിന്മാറ്റത്തിൽ പോയെന്നോ അവർക്കൊരു മടങ്ങിവരവ് നല്ലണമെന്നോ പ്രാർത്ഥിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിഷ്കളങ്കതയോടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അതിരാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ ഇച്ചിരി നേരം കൂടെ ഉറങ്ങണം. അപ്പോൾ അച്ഛൻ ഇച്ചിരി കടുങ്കാപ്പി കിട്ടിയാലേ ഒരു സുഖമുള്ളൂ. അവസാനം അവരൊരു സൊല്യൂഷൻ കണ്ടെത്തി, പ്ലാസ്റ്റിക് കടുങ്കാപ്പി അനക്തി ഇടാമെന്ന്. പ്ലാസ്റ്റിക് കടുങ്കാപ്പി അനക്തി ഇട്ടിട്ട് അച്ഛൻ ആ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓളി വന്നിരിക്കും. ഉറങ്ങിക്കിടക്കുന്ന അച്ഛൻ അതിരാവിലെ എന്നുള്ള പാട്ട് പാടും. അപ്പോൾ ഉറങ്ങിക്കിടന്നവരെല്ലാം എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നന്മയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ഒരു മക്കൾക്കും ഒരു മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാനാണ് പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നാം എല്ലാം അനുഗ്രഹിക്കപ്പെടണം, പക്ഷേ ആ വഴി നടക്കണം. ഒന്ന് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17 വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം, ഹല്ലേലൂയ, 17 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു, എങ്കിൽ അഭക്തന്റെ പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ശ്രേഷ്ഠാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുകയാണ് 1 പത്രോസ് 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുക, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, വളരെ ശ്രദ്ധിക്കണേ, ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭയന്നു പോവും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആദ്യം ഡീൽ ചെയ്യുന്ന എവിടാണെന്നറിയാവോ? ദൈവമക്കളുടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരെ കുസൃതി കാണിച്ചാൽ നമ്മുടെ കൊച്ചുങ്ങളെയല്ലേ ആദ്യം അടിക്കുന്നത്. അയൽവക്കക്കാരൻ്റെ കൊച്ചിനെ അടിക്കാൻ പറ്റുമോ? അടിക്കത്തില്ല. നമ്മുടെ കൊച്ചുങ്ങളെ അടിക്കും. നാം ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ ഒരു കാര്യമുണ്ടായാൽ ആദ്യം ദൈവം സഭയിലും സഭയമക്കളിലുമാണ് ശിക്ഷ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും സ്തോത്രം, ഇവിടെ ആദ്യം
ദൈവത്തിൻ്റെ മക്കളുമായിട്ടാണ് ദൈവത്തിന് ഡീലിങ്സ് ഉള്ളത്. ഹല്ലേലൂയ. സംശയമുണ്ടോ? ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്ത, അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാ. അവനെ തിരഞ്ഞെടുത്തുകൊണ്ട് വന്ന് ന്യായപ്രമാണം അവരുടെ കയ്യിൻ്റെ കൊച്ചുമക്കളിൽ ഏൽപ്പിച്ചു. യാക്കോബിനെ തിരഞ്ഞെടുത്തു, മക്കളെ തിരഞ്ഞെടുത്തു. ദൈവം ശാശ്വതമായൊരു അവകാശം നൽകി. ദാവീദ് രാജാവിനെ തിരഞ്ഞെടുത്തു. ദാവീദ് രാജാവ് ചെയ്ത ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല. ദാവീദ് ചെയ്ത ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ല. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലം ശലോമോന് ദൈവം തിരഞ്ഞെടുത്തു. ആലയം പണിതു. ശലോമോൻ പ്രാർത്ഥിച്ചു, ഇനി ആരെങ്കിലും ഒരു പാപം ചെയ്ത് ഇവർ പ്രവാസത്തിലേക്ക് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥന കേൾക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്. പാപം ചെയ്തു. ദൈവം അവരെ ചെതറിച്ച് കളഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വത്തിനും ആരാധനയ്ക്കും വേണ്ടി ദൈവം കൊടുത്ത ആലയം പോലും എന്തു ചെയ്തു? ദൈവം സംരക്ഷിച്ചില്ല. ദൈവത്തിന് പാപവുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ദൈവത്തിൻ്റെ ആലയം എന്നാൽ പിന്നെ അത് നശിപ്പിക്കാതെ അങ്ങ് ദൈവത്തിന് നിർത്താൻ മേലായിരുന്നോ? ദൈവമല്ലേ ഇതിനെ സൂക്ഷിക്കുന്നത്. അത് ദൈവം ആദരിച്ചില്ല. ദൈവം ആദരിച്ചില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. അവരെ ചിതറിച്ച് കളഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ സ്വന്തം ജനം. നമ്മൾ റോമാൻ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ശിക്ഷാപതി ആണെങ്കിലും ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ആ യഹൂദൻ്റെ ഗണത്തിൽപ്പെട്ട ആളുകളാണ് കേട്ടോ, വിശ്വാസത്താൽ. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്, നടത്താൻ പദ്ധതിയുണ്ട്, നമ്മുടെ പേര് വലുതാക്കാൻ പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തോത്രം, നമ്മൾ അവൻ്റെ വഴിയിൽ നടക്കണം. ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ വളരെ വളരെ പ്രാർത്ഥനയോടെയും ആയിരിക്കണം നമ്മുടെ ജീവിതം. വേദപുസ്തകത്തിൽ പറയുന്ന അടയാളങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സമയം, ഇന്നലെ ഞാൻ ബൈബിൾ ക്ലാസ് വെളിപ്പാടെടുത്തപ്പോൾ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, സകല ജാതികളും ഇസ്രായേലിനെതിരായി വരും. സകല ജാതികളും. കഴിഞ്ഞ ദിവസം UNO നടന്ന പ്രസംഗം ഞാൻ പറഞ്ഞായിരുന്നു. നെതന്യാവിൻ്റെ പ്രസംഗത്തിന് കൂക്കു വിളിച്ച് ആളുകൾ എഴുന്നേറ്റ് പോയി. അദ്ദേഹം ഈ ഒരു നിപ്പ് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് പോയി. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? പ്രസംഗം നിർത്തിയില്ല. അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഗസയുടെ എല്ലാ മൂലക്കും മൂലയിലും UN ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം തൽക്ഷണം സംപ്രേഷണം ചെയ്യണമെന്ന് പറഞ്ഞു. ഗാസയിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ എവിടെ വന്നിരിക്കുന്നതെന്ന്. എൻ്റെ വല്യപ്പച്ചൻ പണ്ട് പറയുമായിരുന്നു, എനിക്ക് സന്ധ്യയായെന്ന്. മക്കളെല്ലാം വിദേശത്തും അമേരിക്കയിലും പോകുമ്പോൾ ഇനി നിങ്ങൾ വന്ന് കാണുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അപ്പച്ചൻ തമാശായി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് 5 മണി കഴിഞ്ഞെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൻ്റെ 5 മണി കഴിഞ്ഞിരിക്കുക എന്നാണ്. കാരണം കാര്യങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ നെതന്യാവ് പോയത് നിങ്ങൾക്കറിയാമോ? സ്തോത്രം. അദ്ദേഹം പോയത് സിയോൻ വിങ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ഇട്ടിരിക്കുന്ന പേര്. എന്ന് വെച്ചാൽ സിയോൻ്റെ ചിറകുകളിൽ അദ്ദേഹം പോയത്. ആ പ്ലെയിൻ ഓടിക്കണേ ഭയങ്കര ചിലവാണ്. ആ പ്ലെയിന് യൂറോപ്പ് രാജ്യങ്ങളിൽ പോലും കടക്കാതെ 600 കിലോമീറ്ററോളം ചുറ്റി അദ്ദേഹം പോയത്. ആ പ്ലെയിൻ്റെ പ്രത്യേകത അതിൻ്റെ മിസൈൽ പ്രതിരോധമുള്ളതാണ്. കാരണം അത്ര ഭയത്തോടെയും ശ്രദ്ധയോടെയും അദ്ദേഹം പോയത്. അപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വരവടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് ഇസ്രായേലിനെ ഞാൻ ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. ഹല്ലേലൂയ. ഇസ്രായേലിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇസ്രായേൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് അറബി എവിടെ ഒളിച്ചാലും, ഹമാസ് എവിടെ ഒളിച്ചാലും അവരുടെ രാജ്യത്ത് ചെന്ന് ഞങ്ങൾ അവരെ എന്തു ചെയ്യും? ഇല്ലായ്മ ചെയ്യുമെന്ന് അദ്ദേഹം പറയുക. ഈ ഒരു ചങ്കൂറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിൻ്റെ വരവിൻ്റെ സമയമായി. ഹല്ലേലൂയ. നമ്മൾ അവൻ്റെ കാലൊച്ച കേൾക്കുന്ന സമയമായി. അവിടെ ഇവിടെ ക്ഷാമം, അവിടെ ഇവിടെ യുദ്ധം, അവിടെ ഇവിടെ ഭൂകമ്പം, അവിടെ സ്തോത്രം, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിനി ഒത്തിരി വൈകുമെന്ന് ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ലോകം അവസാനിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും. ദൈവസഭ ഇവിടെ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അധർമ്മമൂർത്തി വെളിപ്പെടുത്തുള്ളൂ.
ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടാനിടയായിത്തീരും. പിന്നെ 7 വർഷമേ ഉള്ളൂ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക്. അതിനു മുമ്പായി ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ടാണ് സഭ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് 10 കന്യകമാരിൽ 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നെന്ന് പറഞ്ഞത്. കിടുമുറി സഭയിലുള്ള എല്ലാ ആളുകളും ബുദ്ധിയുള്ളവരുടെ ഗണത്തിലേക്ക് വരണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അതതിൻ്റെ വഴി നടന്നോട്ട്, ജോലിയും കാര്യവും എല്ലാം നടന്നോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ബുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലെ നന്മയല്ല, വരാനുള്ള തിരുവചനം പറയുന്നു, കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമ്മൾ ഈ ലോകത്തെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ലോകത്തിൽ നിന്ന് എന്ത് സമാധാനമാണ് കിട്ടുന്നത് നമുക്ക്? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നേരം വെളുത്ത് 5 മണിക്ക് അലാറം വെച്ച് ആളുകൾ എഴുന്നേക്കുക. എഴുന്നിട്ട് രാത്രി 10 മണിയുള്ള കഷ്ടപ്പാടാണ്. അത് കഴിഞ്ഞിട്ടും ചില പെണ്ണുങ്ങൾ അടുക്കളയെല്ലാം തൂത്ത് തുടച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാട്ടോ കേട്ടോ. കാരണം കർത്താവ് വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, കർത്താവ് വന്ന് നിങ്ങൾ പോയാൽ നാട്ടുകാർ വന്ന് നിങ്ങളുടെ വീട്ടിൽ കയറും. അവരെ ഇപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, കാര്യമൊക്കെ ദൈവവേദിലായിരുന്നതിൽ ഒരു വൃത്തികെട്ട കൂട്ടമായിരുന്നെന്ന്. ഉള്ള പഴന്തുണി ചിലർ തൂത്തുവാരി ആ മൂലയിലേ വെക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒക്കെ ഒന്ന് കഴുകി വെച്ച് തൂത്തേച്ച് പോകാമെങ്കിൽ ഈ വളിച്ച നാറ്റം ഇല്ലാതിരിക്കും. ചിലയിടത്ത് വീട്ടിൽ കയറി അവരവർക്കറിയത്തില്ല, അവരാ നാറ്റത്തിൽ നിൽക്കുമല്ലേ. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അറിയാം ഒരു വല്ലാത്ത നാറ്റം, വളിച്ച നാറ്റം. അത് ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകരുത്. സ്തോത്രം. അപ്പം നമ്മൾ പുറമേയും വിശുദ്ധരായിരിക്കണം, അകമേയും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് കാലം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുക. ലോക സംഭവങ്ങൾ, ഞാൻ ഇസ്രായേലിനെ കുറിച്ച് വരുന്ന ഏത് വാർത്തയും ഞാൻ വായിക്കും. കാരണം ലോക സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യം ഞാൻ വായിക്കും. കാരണം എന്നാന്ന് അറിയാമോ? നമ്മുടെ നാഥൻ്റെ വരവുമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളുമായി ഒത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇപ്പം സകല യഹൂദനും ഇസ്രായേലിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. കാരണം അന്തരാത്മാവിൽ അവരുടെ ഒരു അറിവുണ്ട്, ഞങ്ങളുടെ മശിഹ വരാറായി, ഞങ്ങളുടെ മശിഹായെ എതിരേൽക്കണമെന്ന് അവരുടെ ഉള്ളിൽ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രേരണ കാരണമാണ് അവർ മടങ്ങി വരുന്നത്. കോടാനുകൂടി സ്വത്തുള്ളവരായി ഇപ്പം യഹൂദന്മാർ അനേക രാജ്യങ്ങളിൽ അവരുണ്ട്. അമേരിക്കയിൽ അവരുണ്ട്, ബ്രിട്ടനിലുണ്ട്, റഷ്യയിലുണ്ട്. പരമാവധി ആളുകൾ അടിക്കടി മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവർ ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ച് കുടിയേറ്റം അങ്ങോട്ട് അവർ താമസിപ്പിക്കണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെല്ലാം താമസിച്ചാലും അവർക്കുള്ള ഭക്ഷണം ഇസ്രായേൽ ഉണ്ടാക്കുന്നുണ്ട്. അത്ര കൃഷിരീതിയാണ് അവരുടെ. ഇപ്പം നമ്മുടെ വടക്കേ ഇന്ത്യയിൽ അങ്ങേയറ്റത്ത് ഞാൻ അറിഞ്ഞ വാർത്ത ഇങ്ങനെയാണ്, ഇസ്രായേലിന് കുറച്ച് സ്ഥലം അവർ കൃഷി ചെയ്യാൻ, എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പട്ടിണി മാറ്റാൻ, ദാരിദ്ര്യം മാറ്റാൻ. കാരണം ദൈവത്തിൻ്റെ ജനമാണ് അവർ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അല്പകാലത്തേക്ക് അവരെ ഉപേക്ഷിച്ചെങ്കിലും നിത്യസ്നേഹത്താൽ ദൈവം അവരെ മടക്കി വരുത്താൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം സമയം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ നശിച്ചു പോയെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. അതിൽ നിന്ന് ഒരു രോഗം വന്ന് നമ്മളെ ഇല്ലാതാക്കുകയല്ല, അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഒരു കടം വന്ന് നമ്മൾ അതിൽ നിന്ന് സ്തോത്രം ദൈവം നമ്മളെ വിടുവിക്കും. ഇപ്പം പിണറായി പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്, ലോണുള്ള വീടുകൾ ജപ്തി ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലെന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പലരും രക്ഷപ്പെടും. കാരണം നിയമം പറഞ്ഞിരിക്കുവാണ്, അത് അവർ മന്ത്രിസഭയിൽ പാസ്സാക്കും. എന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ട് അടയ്ക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇറക്കി വിടരുതെന്നൊരു നിയമം അതങ്ങ് പ്രാബല്യത്തിലാക്കിയാൽ നമുക്കതൊക്കെ ഒരു ആശ്വാസമാണ്. സ്തോത്രം. അപ്പം നമ്മളെ എന്നേക്കുമായി നശിപ്പിക്കാനാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കുക, റിഫൈനിങ് പ്രോസസ്. ഹല്ലേലൂയ. സ്തോത്രം. റിഫൈനിങ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ഒരു അനുഭവമുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ അനുഭവമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ആത്മീയമായി സ്തോത്രം വളർന്നു വരാനാണ്. കർത്താവിൻ്റെ ആ ലെവലിലേക്ക് നമ്മളൊന്ന് വളർന്നു വരാൻ ദൈവം ചില ശുദ്ധീകരണങ്ങൾ നമ്മെ അയക്കുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല.
ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. അവന് നമ്മോട് പ്രിയമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിശ്വാസികൾ, സ്തോത്രം, ഹല്ലേലൂയ, നിത്യനാശത്തിലേക്കാണ്. സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശത്തിലേക്ക് പോകും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനം 12-ന്റെ 5 മുതൽ. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം സഭ വിശുദ്ധവും നിഷ്കളങ്കവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം. അതാ ആഗ്രഹിക്കുന്നത്. സഭകളിൽ പൊളിറ്റിക്സ് പാടില്ല, പക്ഷം പിടുത്തം പാടില്ല, മുഖപക്ഷം പാടില്ല. സ്തോത്രം. സഭയിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ മോളെ. കാലം നോക്കിയാൽ ഇപ്പോൾ എബ്രായ ലേഖനം 12-ന്റെ 5 മുതൽ മോളെ. മകനെ എബ്രായ ലേഖനം 12-ന്റെ 5 മുതൽ. മകനെ കർത്താവിന്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ചിലപ്പോൾ ചില ശിക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. അത് ദൈവം അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കണം. അവിടുന്ന്, സ്തോത്രം, ഹല്ലേലൂയ, അനുവദിച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കുന്ന ആളാണ്. നിങ്ങളെങ്ങനെ വിശ്വസിക്കും ചിന്തിക്കുമെന്നുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ചിന്തയിൽ ദേഷ്യവും കോപവും മുൻവിധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതപ്രകാരമുള്ള ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് അത് ശരിയല്ല, ആലോചനയ്ക്ക് ശരിയല്ലെങ്കിൽ അപ്പം നമുക്ക് മറുപടി കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു മുള്ള് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കാലൊന്ന് തട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ദൈവം ഓരോ കാര്യങ്ങളിൽ കൂടെ നമ്മളോട് ഇടപെടുന്ന നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓരോ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ, നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും പോലും പല ദുഷ്ടചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. ആരാധനയ്ക്കായി ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞതാ. എന്ന് വെച്ചാൽ ദേഷ്യവും പകയും കോപവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരും. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇന്ന് ആരാധനയ്ക്ക് ഇരുന്നപ്പോഴും എന്തെല്ലാം ചിന്തകൾ ദൈവത്തിന് ഹിതകരമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി. അപ്പോൾ അത് പാപകരമായ കാര്യമാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കിരിക്കുമ്പോൾ വിദ്വേഷം, ആരാധനയ്ക്കിരിക്കുമ്പോഴും ആരാധനയ്ക്കിരിക്കുമ്പോൾ ദൈവമുഖം അന്വേഷിച്ച് വേണം നാം ഇരിക്കാൻ. അതിൻ്റെ ആ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില ചിന്തകൾ, പാപകരമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് വചനം പറയുകയാണ്, മകനെ, വായിച്ചോളെ. സ്തോത്രം. മകനെ കർത്താവിന്റെ ശിക്ഷ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. അവൻ ശാസിക്കുമ്പോൾ അത് ശാസനയാണെന്ന് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. അപ്പന്മാർ മക്കളെ ഒന്ന് ശാസിച്ചെന്നോർത്ത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് മക്കൾ ആരും കൊടി പിടിക്കേണ്ട കാര്യമില്ല. അമ്മമാർ മക്കളെയോ മരുമകളെയോ ഒന്ന് വഴക്ക് പറഞ്ഞെന്നോർത്ത് അതിനൊന്നും കൊടി പിടിക്കണ്ട. അതങ്ങനെ ഉള്ളതാണ്. മക്കളോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയുടെയും അപ്പൻ്റെയും കടമയാണ്. അത് പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കാതെ മിണ്ടാതെ ഇരുന്നാൽ ഏലിയുടെ മക്കൾക്ക് കന്നപോലെ. ഏലിയുടെ മക്കൾക്ക് എന്നാ പറ്റിയത്? ഏലിയോട് ദൈവം പറയുക, നീ അവര് വഴിവിട്ട് നടക്കുന്നെന്ന് അറിഞ്ഞിട്ടും നീ അവരെ ശാസിക്കാഴുകയാൽ. അപ്പം ശാസിക്കേണ്ടടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ നേരെയല്ല നടക്കുന്നതെങ്കിൽ ശാസിക്കണം. ശാസിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്ത് പോരെടുത്തെന്നോ പീഡനം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. രാവിലെ എഴുന്നേക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് വഴക്ക് പറയണം. അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തവരെ വഴക്ക് പറയണം. അവരുടെ ഈ ഫോണിനകത്ത് ആണ് ഒത്തിരി ഫോണിനകത്തിരുന്നാൽ നീ പാപത്തിലേക്കാണ് പോകുന്നത്. അത് കൃത്യമായ കാര്യമാണ്. ഹലോ എന്നുള്ള കാര്യമാണ് നമുക്ക് നല്ലത്. സ്തോത്രം. ഒത്തിരി ഫോൺ ചെയ്യുന്നതിനെതിരല്ല ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങൾ, നിങ്ങൾ വഴിയെ പോകും, ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നതാ. അപ്പോൾ എന്തോ ഒരു പിള്ളേരാണെന്നറിയ ഈ ചെവി ഫോൺ വെച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇത് ചെവിയിലോട്ട് വെക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ വണ്ടിയെ കയറുന്നിടം വരെയും വണ്ടിയെ കയറിയിട്ടും ചെവിയിൽ ഇതാ. എന്തോ കാര്യം പറയാനാന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ശാസിക്കേണ്ടത് ശാസിച്ചില്ലെങ്കിൽ ഏലി കരഞ്ഞതുപോലെ കരയേണ്ടി വരും. ഏലിയോട് ദൈവാത്മാവ് പറഞ്ഞു, അവസരം കൊടുത്തു. ഈ ഏലിയുടെ കുടുംബത്തിൽ തന്നെ ഒരു ശമൂവേൽ ജീവിക്കുന്നില്ലേ? ഈ പിള്ളേർക്ക് കാണാൻ പാടില്ലേ ശമൂവേൽ ജീവിക്കുന്നത്? ആലയത്തിലെ തിരിവെടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പെട്ടകത്തിനോട് ചേർന്ന് കിടക്കും. സത്യത്തിൽ ആരാ കിടക്കേണ്ടത്? ഏലി പുരോഹിതൻ്റെ മക്കളാണ് കിടക്കേണ്ടത്. കാരണം പുരോഹിതൻ കിട്ടുന്ന എല്ലാ നന്മയും
മേധസ്സും മൃഗങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ എല്ലാ മേധസ്സും മുപ്പല്ലി കൊണ്ട് അവൻ കുത്തി തിന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർ പിള്ളേരാരും വഴിവിട്ടു പോകരുത്. കാരണം ദൈവം അനുഗ്രഹിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നന്മ അനുഭവിക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ നന്മ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. അവരെയൊക്കെ കെട്ടിച്ചയച്ച് അവരുടെ കാര്യങ്ങളായി അവരെ ആ ലൈൻ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരെല്ലാം ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. പോക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ ശാസിക്കണം. മടങ്ങിവരവിന് സമയം കൊടുക്കണം. സ്തോത്രം. ഇല്ല എങ്കിൽ ഇത് പ്രയാസമാണ്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് ദൈവം ചോദിക്കത്തില്ലേ? ഈ പ്രസംഗം ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരും അറിയാൻ വേണ്ടിയാ. സ്തോത്രം. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ എന്ന്. സ്തോത്രം. അപ്പം ചിലപ്പോൾ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. അപ്പം നമ്മൾ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാനല്ലേ പറയുന്നത്. അതിനുവേണ്ടി കൊടി പിടിച്ചിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. അതിനുവേണ്ടി കൊടി പിടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജനിച്ച വീട്ടിൽ നിൽക്കാനുള്ളവരല്ല, നിങ്ങൾ വേറൊരു വീട്ടിൽ പോകാനുള്ളവരാ. ജനിച്ച വീട്ടിൽ നിങ്ങളെ സ്ഥിരമായിട്ട് നിർത്തത്തില്ല, ജനിച്ച വീട്ടിൽ നിർത്തത്തില്ല, വേറൊരു വീട്ടിലേക്ക് പോകണം. പിന്നെ സ്തോത്രം, ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് വീട്ടിൽ ആളില്ലെങ്കിൽ മടങ്ങി വരണം. അത് ആ കാലത്താണ്, ഇപ്പോഴല്ല. സ്തോത്രം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ മുതലേ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. മലാക്കി പ്രവചനം 3:3 പറയുകയാണ്, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെയും ലേവി ഈ ഗോത്രത്തെ എല്ലാം ശുദ്ധീകരിക്കുന്നെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? വെള്ളി ഊതിക്കഴിക്കുക എന്ന് പറഞ്ഞാൽ ശോധനയിൽ കൂടെ അതിങ്ങനെ ഊതുക, തീ കൂടെ, പ്രയാസത്തിൽ കൂടെ. സ്തോത്രം. പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 1:7, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാളിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിലയേറിയതാ. തീയിൽ ശോധന കഴിക്കുന്ന. അപ്പോൾ വിശ്വാസം വിട്ട് നമ്മൾ പോകാനിടയാകരുത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നാളെ ഇവിടെ നമ്മുടെ ഏതോ ഒരു യോഗത്തെ കൺവെൻഷനിൽ പറഞ്ഞായിരുന്നു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നുള്ള പാട്ട്. നാഗാലാൻഡിൻ്റെ അപ്പുറമുള്ളൊരു ഗോത്രത്തിൽ ആ ഒരു ഗോത്രക്കാർ പാടിയതാണ്. ആ മനുഷ്യൻ പറഞ്ഞത് ക്രോഡീകരിച്ചാണ് എഴുതിയത്. താൻ ആ സുവിശേഷം കേട്ടു, വിശ്വസിച്ചു. ആ ഗോത്രത്തിലെ എല്ലാ ആളുകളും അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഗോത്രത്തലവൻ അവരെ വിസ്താരത്തിന് വിളിച്ചു. അവസാനം സ്വന്തം ഭാര്യയെ കൊന്നു, വിഷമുള്ള അമ്പ് കൊണ്ട് കൊന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനി നിനക്ക് രക്ഷയുണ്ട്. അവന് പിന്മാറിയില്ല. സ്തോത്രം. അവസാനം തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു, എന്നിട്ടും പിന്മാറിയില്ല. ഗോത്രത്തലവൻ പറഞ്ഞു, ഇവരെ പിന്മാറിയില്ല. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ പിന്മാറുന്ന വിഷയമില്ല. വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. അന്നേരമാണ് സ്തോത്രം അദ്ദേഹത്തെയും വിഷമെടുത്ത് അമ്പ് കൊണ്ട് കൊന്നുകളഞ്ഞു. സ്തോത്രം. അദ്ദേഹവും മരിച്ചു. ആ ഗ്രാമത്തലവൻ, വിസ്താരം നടത്തിയ മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു തേജസ് കണ്ടു. ആ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ചിന്ത, ഇത്രയും കാര്യത്തിട്ടും സ്വന്തം ഭാര്യയും സ്വന്തം മക്കളെയും കൊന്നിട്ടും അദ്ദേഹം മാറാതിരുന്ന അതെന്താണ്? അദ്ദേഹം ഈ കാര്യത്തിലുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ചു. ആ കൂട്ടത്തിലുള്ളവർ അവർ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം പറഞ്ഞു. ആ ഗോത്രത്തലവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ ഗോത്രങ്ങൾ മുഴുവനും ദൈവഭാഗത്ത് വന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം വലുതാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 5:27 പറയുന്നുണ്ട്, കർത്താവ് സഭയെ ആഗ്രഹിക്കുന്ന കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. ഹല്ലേലൂയ. വിശ്വാസി ഒന്ന് ഏറ്റെടുക്കാമോ? കറ, ചുളുക്കം ഇതൊന്നും പാടില്ല നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതയാത്ര നമ്മൾ ശ്രദ്ധിക്കണം. കറയും ചുളുക്കമൊന്നും, കറയൊക്കെ വരാവുന്ന സാഹചര്യമുണ്ട്, ചുളുക്കം വരാവുന്ന സാഹചര്യമുണ്ട്, പോറൽ സംഭവിക്കാവുന്ന കാര്യമുണ്ട്. നമ്മളൊക്കെ വണ്ടിയൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവരാ. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോറലും തട്ടുമുട്ടും വരും. പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ ഇതുണ്ടായാൽ, സ്തോത്രം, ചുളുക്കമുണ്ടായാൽ, കറയുണ്ടായാൽ, യേശുവിൻ്റെ രക്തം നമ്മുടെ പല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. സ്തോത്രം. വായിച്ച വാക്യം, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി.
അത് നമ്മിൽ തുടങ്ങിയാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ഭയത്തോടെ ദൈവത്തെ സേവിക്കാം, വ്യർത്ഥമായ കാര്യങ്ങൾ വിടുക, ഭയത്തോടെ ദൈവത്തെ സേവിക്കുക, കർത്താവിനെ പിൻപറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം.